പാലക്കാട് തോൽവിക്ക് പിന്നാലെ ബി.ജെ.പിയിലെ ഭിന്നത പരസ്യമാക്കി നേതാക്കൾ. നേതൃയോഗത്തിൽ നിന്ന് എം.ടി. രമേശും പി.കെ. കൃഷ്ണദാസും വിട്ടുനിൽക്കുകയാണ്. താൻ പങ്കെടുക്കേണ്ട പരിപാടിയല്ല എന്ന് എം.ടി. രമേശ് പ്രതികരിച്ചു. എന്നാൽ വേദിയിലിരിക്കേണ്ടവരുടെ പട്ടികയിൽ ഇരുവരുടെയും പേരുമുണ്ട്. എസ്. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ പാലക്കാട്ടെ തോൽവി, പിന്നീടുള്ള പരസ്യപോര്, നേതൃമാറ്റത്തിനുള്ള മുറവിളി, ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിലാണ് ഈ നേതൃയോഗം ചേരുന്നത്. വിട്ടുനിൽക്കുന്നതിൽ നേതാക്കളുടെ വിശദീകരണം എന്താണ്? ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് ഭാരവാഹികളാണ്, സംസ്ഥാന ഭാരവാഹികളാണ്. എൻ ശിവരാജൻ അടക്കമുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം വിട്ടുനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ടതും ജില്ലാ ജനറൽ സെക്രട്ടറിമാർക്ക് മുകളിലേക്കുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കേണ്ട ആളുകളാണ്. അപ്പോഴാണ് എം.ടി. രമേശും അതോടൊപ്പം തന്നെ പി.കെ. കൃഷ്ണദാസും വിട്ടുനിൽക്കുന്നത്. പി.കെ. കൃഷ്ണദാസും മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ പങ്കെടുക്കേണ്ടതാണ്. എം.ടി. രമേശും ഈ പരിപാടിയിലേക്ക് ഉറപ്പായും പങ്കെടുക്കേണ്ട ആളാണ്. ഈ രണ്ടുപേരും ഇപ്പോൾ ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടില്ല. എം.ടി. രമേശിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ ഇതിൽ പങ്കെടുക്കേണ്ട ആളല്ല, തനിക്കിതിൽ ചുമതലകളില്ല. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗമാണ്, തനിക്കതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെയും പി.കെ. കൃഷ്ണദാസിൻ്റെയും പേര് 2 തവണ ഈ വേദിയിൽ ഇരിക്കേണ്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അവിടെ അനൗൺസ് ചെയ്തിരുന്നു. ബി.ജെ.പിയുടെ സംസ്ഥാന വക്താവ് ടി.പി. സിന്ധുമോളാണ് ഇരുവരുടെയും പേര് വിളിച്ചത്. 2 തവണ പേര് വിളിച്ചിരുന്നു. അതിനുശേഷം ബാക്കി എല്ലാവരും ഇരുന്ന് പരിപാടി തുടങ്ങുകയും ചെയ്തു.